ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 6. ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗത പ്രഭവ പ്രലയസ്തഥാ. ഇവ ഉത്ഭവസ്ഥാനമായുള്ളവയാണ് എല്ലാ ഭൂതങ്ങളും എന്ന് മനസ്സിലാക്കൂ. അപ്രകാരം തന്നെ ഞാനാണ് സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും പ്രഭവവും പ്രലയവുമെന്ന് നീ മനസ്സിലാക്കൂ. അപ്പം കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലായിട്ട് ഈശ്വരൻ്റെ പരാപ്രകൃതിയെക്കുറിച്ചും അപരാപ്രകൃതിയെക്കുറിച്ചുമാണ് പറഞ്ഞത്. ഇതിൽ അപരാപ്രകൃതി എന്ന് പറയുന്നത് ക്ഷേത്രലക്ഷണവും പരാപ്രകൃതി എന്ന് പറയുന്നത് ക്ഷേത്രജ്ഞ ലക്ഷണവുമാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം എന്നർത്ഥം. ശരീരം എന്ന് പറയുമ്പോൾ തന്നെ ശരീരം ശീര്യതേ, നശിച്ചു പോകുന്നത്, അത് നശിക്കാതാക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ ഇവിടെ ശരീര ശബ്ദത്താൽ സമസ്ത ചരാചരങ്ങളുടെയും ശരീരത്തെ മനസ്സിലാക്കണം. കാരണം ഈ ശരീരങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ പ്രകൃഷേണ പഞ്ചത്വം യഥാ തഥാ ഇതി പ്രപഞ്ചം, നല്ലതുപോലെ 5 ചേർന്നത്. അതായത് പഞ്ചഭൂതങ്ങൾ, തന്മാത്രകൾ, അഹങ്കാരം, മഹത്വത്വം, അവ്യക്തം, ഇങ്ങനെ 8 പ്രകാരത്തിൽ ഭിന്നയായതാണ് അപരാപ്രകൃതി എന്ന് നമ്മൾ പഠിച്ചു. പഞ്ചഭൂത തന്മാത്രകൾ എന്ന് പറയുമ്പോൾ അവിടെ പഞ്ചീകരണം നടക്കാത്ത പഞ്ചഭൂതങ്ങൾ എന്ന് മനസ്സിലാക്കണം. അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അത് ഒരു ഭൂതത്തിൻ്റെ പകുതിയോട് ചേർന്ന് ഇതര ഭൂതങ്ങളുടെ 8-1 ചേരുമ്പോഴാണ് പഞ്ചീകരണം നടന്നിട്ട് നമ്മൾ ഓരോരുത്തരും ആയിത്തീരുന്നത്. അങ്ങനെ 8 പ്രകാരത്തിൽ ഭിന്നയായ ആ അപരാപ്രകൃതി ഈ സ്ഥാവര ജംഗമാത്മകമായ പ്രപഞ്ചം അഖിലവും അതാണ്. എന്നാൽ ഈ ക്ഷേത്രത്തെ അറിയുന്നവൻ ആ പ്രകൃതിയാണ് പരാപ്രകൃതി, ക്ഷേത്രജ്ഞ ലക്ഷണമായത്. അതായത് ശരീരത്തെ ചേഷ്ടിപ്പിക്കുന്ന ചേതനാസ്വരൂപനാണ് ക്ഷേത്രജ്ഞൻ. അതാണ് ജീവാത്മഭാവത്തിൽ സകല പ്രപഞ്ചത്തെയും ചൈതന്യവത്താക്കി നിലനിർത്തുന്നത്. അപ്പം ഈ പരാപര പ്രകൃതികളാണ് സർവചരാചര പ്രപഞ്ചത്തിൻ്റെയും ഉത്ഭവസ്ഥാനങ്ങൾ. എന്നിട്ട് പറയാണ്, ഈ സമസ്ത ഭൂതങ്ങളും എന്നതിനാൽ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള സർവത്തിനെയും സൃഷ്ടി മുഴുവൻ മനസ്സിലാക്കണം. അതൊക്കെ ഇതിനാൽ അർത്ഥമാക്കുന്നുണ്ട്. ഇതെല്ലാം പരാപ്രകൃതിയും അപരാപ്രകൃതിയും ചേർന്നുണ്ടാവുന്നതാണ്. ഇത് എന്തിനാ പറയുന്നത്? ഇത് അതിനും മൂലമായിരിക്കുന്ന തത്വത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, ഈ പ്രകൃതി എന്ന് പറയുന്നത് ഈശ്വരൻ്റെ അനന്യശക്തിയാണ്. ഞാനും എൻ്റെ നിഴലും പോലെ, ഞാനില്ലെങ്കിൽ നിഴലില്ല. അപ്പം നിഴൽ വാസ്തവത്തിൽ ഇല്ലെങ്കിലും അവിടെ ഞാനില്ലെങ്കിൽ നിഴലില്ല. അതുകൊണ്ട് ഈശ്വരൻ്റെ അനന്യശക്തിയാണത്. അനന്യശക്തി എന്ന് പറഞ്ഞാൽ അന്യമല്ലാത്ത ശക്തി. പ്രകടമാവുമ്പോൾ വേറെയാണെന്ന് തോന്നും, ഈശ്വരൻ തന്നെയാണത്. അപ്പം ഈശ്വരനിൽ നിന്ന് ഭിന്നമായ ഒരു പ്രകൃതിയില്ല, മണ്ണിൽ നിന്ന് അന്യമായൊരു മൺകുടമില്ല. എന്നാലും വ്യാവഹാരിക തലത്തിൽ മൺകുടത്തെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ പാരമാർത്ഥിക സത്യമായത് ഏകമാണ്. ആ ഏകമായ സത്യസ്വരൂപത്തിലാണ് ഈ പ്രകൃതി വർത്തിക്കുന്നത്. വ്യാവഹാരിക തലത്തിൽ ഭിന്നയായി തോന്നാമെങ്കിലും പ്രകൃതി പരമാത്മാവിൽ നിന്ന് അനന്യയാണ് എന്നറിയണം. അപ്പോൾ വാസ്തവത്തിൽ പരമാത്മാവിൽ നിന്ന് തന്നെയാണ് ഇത് ഉണ്ടാവുന്നത്, ഈ അപരാപ്രകൃതി ഉണ്ടാവുന്നത്. ഈ ഒരാശയമാണ് ഭഗവാൻ അഹം കൃഷ്ണസ്യ ജഗത പ്രഭവ പ്രലയസ്തഥാ എന്ന് പറഞ്ഞത്. ചലിക്കുന്നതാണ് ജഗത്ത്, ഗച്ഛതി ഇതി ജഗത്ത്, ഉണ്ടായി നിലനിന്ന് വളർന്ന് പരിവർത്തനം വന്ന് ക്ഷയിച്ച് നശിക്കുന്ന ഭാവങ്ങളാണ് ജഗത്തിൻ്റെ ചലനാത്മകത. അതിനെയാണ് അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരിണമതേ, അപക്ഷീയതേ എന്ന ഷഡ്ഭാവങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നത്. ഇത് ചലനമാണ്. ഒന്ന് ചലിക്കണമെങ്കിൽ ചലിക്കാത്തൊരധിഷ്ഠാനം കൂടിയേ തീരും. അതിനെയാണ് ഇവിടെ ഈശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പരാപര ലക്ഷണമായ പ്രകൃതിയിൽ നിന്നാണ് സമസ്ത ഭൂതങ്ങളും ഉണ്ടാവുന്നത്.
ഈ പ്രകൃതി ഭഗവാന്റേതാകുന്നു. എന്നാൽ വ്യാവഹാരിക തലത്തിൽ കാണപ്പെടുമ്പോൾ അത് വേറെയാണെന്ന് തോന്നും. ഇതിനെ തന്നെയാണ് പ്രകൃതി പുരുഷൻ, മാറ്റർ എനർജി, ദ്രവ്യം ഊർജം, അതുപോലെ അത്താവ് അന്നം എന്നൊക്കെ പറയുന്നത്. അപ്പം സകല ജഗത്തിൻ്റെയും പ്രഭവ പ്രളയങ്ങൾ ഭഗവാൻ സാക്ഷാത് ഈശ്വരൻ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുകയാണ്. ഒരു ഉപനിഷത്തിലെ മന്ത്രത്തെ ഉദ്ധരിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, ബ്രഹ്മം എന്താണെന്ന് അങ്ങ് ഉപദേശിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഭൃഗു മഹർഷി വരുണനോട്. അതിൽ വരുണൻ ഉപദേശം കൊടുത്തു. യദോ വായി മാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തി തദ് ജിജ്ഞാസസ്വ തദ് ബ്രഹ്മേതി. തൈത്രീയോപനിഷത്തിലെ മന്ത്രമാണ്. എവിടെ നിന്നാണോ ഈ ഭൂതങ്ങളെല്ലാം ജനിക്കുന്നത്, യാതൊന്നിലാണോ ജനിച്ചവയെല്ലാം ജീവിക്കുന്നത്, യാതൊന്നിലേക്കാണോ ഒടുവിൽ ചെന്ന് ചേരുന്നത്, ആയതിനെ വിശേഷിച്ച് അറിയാൻ നീ ഇച്ഛിക്കൂ, അതാകുന്നു ബ്രഹ്മം. ഈ മന്ത്രത്തെ തന്നെയാണ് ബ്രഹ്മസൂത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് പറഞ്ഞത്. ജന്മാദ്യസ്യേയത, ഈ ജഗത്തിൻ്റെ ജന്മം തുടങ്ങിയ എവിടെ നിന്നാണോ അത് ബ്രഹ്മമാകുന്നു. അപ്പം അതിൽ നിന്ന് പരമാത്മാവിൽ നിന്നാണ് സൃഷ്ടിസ്ഥിതി വിലയങ്ങൾ മുഴുവൻ സംഭവിക്കുന്നത് എന്ന് ഉപദേശിച്ചു. അപ്പം ഇതെങ്ങനെ ഒന്നുകൂടി പറയാണ്. അപ്പം ഈ ജഗതാകാരത്തിൽ വർത്തിക്കുന്നത് ഭഗവാനല്ലാതെ മറ്റാരുമല്ല. മണ്ണ് തന്നെയാണ്. കുടമായപ്പോഴും അത് മണ്ണ് തന്നെയാണ്, കുടം പൊട്ടിപ്പോയപ്പോഴും അത് മണ്ണ് തന്നെയാണ്, ചട്ടിയായപ്പോഴും അത് മണ്ണ് തന്നെയാണ്, മണ്ണല്ലാതെ ഒന്നുമില്ല. അപ്പം ജഗതാകാരത്തിൽ കാണുന്നത് വർത്തിക്കുന്നത് അപ്പോഴും ബ്രഹ്മം തന്നെയാണ്. രൂപവും നാമവും കെട്ടുപിണഞ്ഞു കിടക്കുന്നു, അതാണ് വാസ്തവത്തിൽ ഇല്ലാത്തത്. അതിനെയാണ് ഇവിടെ പരാപ്രകൃതി എന്നും അപരാപ്രകൃതി എന്നും പറഞ്ഞത്. ഇത് പറയുക പുരുഷ ഏവ ഇതം സർവം, അത് പുരുഷദുക്തത്തിലെ മന്ത്രം. ഇതെല്ലാം പുരുഷൻ തന്നെയാകുന്നു. ആത്മൈവേദം സർവം, ചാന്തോഗ്യോപനിഷത്തിലെ മന്ത്രം. ഇതെല്ലാം ആത്മാവ് തന്നെയാകുന്നു. അപ്പോൾ സർവജ്ഞനായ ഈശ്വരനാകുന്നു ജഗത്തിൻ്റെ കാരണം. പ്രകൃതിക്ക് മൂലം ഈശ്വരൻ തന്നെയാണ്. ഈ പരാപ്രകൃതിയെ അപരാപ്രകൃതിയെയാണ് ദ്രവ്യം ഊർജം എന്നൊക്കെ വിധത്തിൽ വിഭജിക്കുന്നത്. അപ്പം ദ്രവ്യാത്മകമായത് ആണ് നമ്മൾ കാണപ്പെടുന്നത്. ഒരു ഊർജത്തെ നമുക്ക് കാണാൻ വയ്യ, പക്ഷെ ഊർജവും ദ്രവ്യവും ചൈതന്യവും അതുപോലെ തന്നെ ഈ ശരീരവും ജഡമായ ശരീരവും ചേരുമ്പോഴാണ് അത് പ്രവർത്തിക്കുന്നത്. അവിടെ ഈ ഇതിൽ പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണോ ഈശ്വരൻ? അല്ല. ദ്രവ്യമാണോ ഊർജമാണോ ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ്രവ്യവുമല്ല ഊർജവുമല്ല. അല്ല, നമ്മളിപ്പോൾ അന്നം കഴിച്ചാണ് നമ്മൾ വളരുന്നത്. അന്നം എന്താണ്? ദ്രവ്യമാണ്. അത് കഴിക്കുന്ന നമ്മളോ അത് ഊർജമാണ്. അപ്പോൾ നമ്മൾ മരിക്കുമ്പോൾ അത് മറ്റ് ജീവജാലങ്ങൾക്ക് അത് അന്നമായി മാറുന്നു. അതുകൊണ്ട് അന്നവും ദ്രവ്യവുമല്ല ശരി, അതിനുപരി മറ്റൊന്നാണ്. അതിനെയാണ് ഇവിടെ ഈശ്വരൻ എന്ന് പറഞ്ഞത്. ആ ഈശ്വരൻ്റെ അനന്യയായ ഭാവത്തെയാണ് ഇവിടെ ഈ പരാപ്രകൃതി എന്നും അപരാപ്രകൃതി എന്നും പറഞ്ഞത്. അപ്പോൾ സർവജ്ഞനായ ഈശ്വരനാണ് ജഗത്തിൻ്റെ മുഴുവൻ കാരണം. ഓടുന്ന വാഹനങ്ങൾക്ക് ഓടാത്തൊരു പ്രതലം പോലെ ചലിക്കുന്നതിന് ചലിക്കാത്തൊരു അധിഷ്ഠാനം കൂടിയേ തീരൂ. അതുകൊണ്ട് ഇവിടെ പ്രകൃതിയും പുരുഷനും രണ്ട് സ്വതന്ത്ര തത്വങ്ങളാണെന്ന് സാഖ്യന്മാർ പറയുന്നതിനെ ആചാര്യസ്വാമികൾ അംഗീകരിക്കുന്നില്ല. അത് സ്വതന്ത്രമല്ല, രണ്ടിനും ഉപരി മറ്റൊന്നുണ്ട്. അതിലേക്ക് നയിക്കുകയാണ് അടുത്ത ശ്ലോകം കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ സമസ്ത പ്രപഞ്ചത്തിൻ്റെയും പ്രഭവവും പ്രലയവും, അതായത് ആവിർഭാവവും തിരോഭാവവും ഈ ഏകനുമായ ഈശ്വരനായതുകൊണ്ട് അടുത്ത ശ്ലോകത്തിലേക്ക് അതിലേക്ക് നമ്മളെ നയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്.